ഈ ബൈക്കുമ്പോൾ ഫ്രണ്ടിൽ കളാം. അവൻ കുറേ നേരമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് തന്നെ. എന്നെ കുറേ നേരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കൂട്ടാനാ എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇനി കുളിക്കാനുള്ള സെറ്റപ്പ് നോക്കണം. എത്ര ദിവസമായിട്ട് കുളിച്ചിട്ടില്ല, ഒരു 3-4 ദിവസം കൊണ്ട് കുളിച്ചിട്ട്. അതിന് പമ്പിൽ കയറി ചില പമ്പിൽ കുളിക്കാൻ സമ്മതിക്കില്ല. തൊണ്ടറിയില്ല, ചില പമ്പിൽ കുളിക്കാൻ സമ്മതിക്കില്ല. പിന്നെ വലിയ പമ്പ് ഇടണം കുളിക്കണമെങ്കിൽ. അലക്കാനൊക്കെ ക്ലൈമറ്റ് ഇവിടെ പെട്ടെന്ന് മാറും. നമ്മൾ അലക്കിട്ടിട്ടെങ്ങാനും മഴ പെയ്താലേ പെട്ടും, പിന്നെ ഡ്രസ്സൊന്നും ഉണങ്ങില്ല, പിന്നെ പോക്കിടക്കില്ല. അപ്പൊ അതാണ്ടൊക്കെ പെട്ടെന്ന് നോക്കണം. ഇന്ന് നല്ല വെയിൽ കാണുന്നുണ്ട്. ഇന്നെന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ നോക്കണം. പെട്ടൊക്കെ നല്ല. പിന്നെ ഞാനേ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് അണ്ണണ്ടല്ല വയ്യ ആള് ഇങ്ങനെ സംഭവം പറച്ചോണ്ടിരിക്കട്ടാ. അപ്പൊ ഞാൻ ജസ്റ്റ് ആളുടെ എന്തൊരു സംഭവം നോക്കി വേണ്ടി കയറി. ആള് പറഞ്ഞേ ഇത് ചെന അങ്ങനെ ചെന പറഞ്ഞ മറ്റേ കപ്പലുണ്ടല്ലേ, ഇത് ഉണ്ടായോണ്ടാ. ഓ കപ്പലണ്ടി ചോട്ടാ. ചോട്ടാ അപ്പൊ കപ്പലണ്ടി തന്നെ. കപ്പലണ്ടി തോട്ടോട്ടത്, കപ്പലണ്ടി പാടം. ഞാൻ എന്തൊരു സംഭവം ഇത് കൊറേ സ്ഥലത്ത് കണ്ടത്. അപ്പൊ ഇത് എന്തൊരു സംഭവം എന്ന് അറിയാൻ പാടാറോ വേണ്ടാ. ഇതാണ് കപ്പലണ്ടിയുടെ ഇതാ തയ്യാണ്. ഇത് കുറച്ചൊരു ആള് നോക്കണം, നട്ടിട്ടുള്ളൂ. അത് കണ്ടപ്പോ കയറിയതാ. എന്റെ ഇടയിൽ ബൈക്കൊന്നും വീണു. അതാണ് ഞാൻ ഒരു അങ്ങോട്ട് പോയി. അയ്യോ സംഭവം ആയിട്ടില്ല, അത് വരുന്നുള്ളൂ. ആള് പണി പറിച്ചിട്ടിരിക്കുക, പുല്ലൊക്കെ പറിച്ചുള്ളതാണ്. ലെഫ്റ്റിക്കാണത് നാഗ്പൂര് മുംബൈ എക്സ്പ്രസ് ഹൈവേ ആണോണ്ടാ. ഞാൻ സ്ട്രൈറ്റ് പിടിച്ചു. നമുക്ക് സ്ട്രൈറ്റാ, അല്ലെങ്കിൽ പണിയിട്ടായിരിക്കും. എക്സ്പ്രസ് ഹൈവേ അല്ലേ, അങ്ങനെ അവിടെ പോട്ടെ ചേട്ടാ. എന്റെ പോലെ അങ്ങനെ ഇവിടെ എത്തി. അയ്യോ എനിക്ക് ടക്കറ് പോകാനായിട്ട് കൊള്ളി. ഞാൻ അങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു അമ്മാമ്മ പേരക്ക വിൽക്കാതിരിക്കണ്ട്. ഞാൻ ഇപ്പൊ തിരിച്ചു ഒരു പേരക്ക മേടിച്ചിട്ട് പോവാം. ഓരോന്നരാ പറഞ്ഞു കിത്ര 20. ഒരു പേരയ്ക്ക് 20 രൂപ. അതിന്റെ ബാക്കിൽ വന്നത് പേരയ്ക്ക തൊട്ടാ. എന്തിലാ അവിടെ 20 രൂപ. കട്ടേ ഗൂഗിൾ പേ പേരയ്ക്ക് മാത്രം വേറെ എന്തോ ഒരു സാധനം ഉണ്ട്. ഓ ക്യാ അഞ്ചീരോ അങ്ങനെ പറഞ്ഞ സാധനോട്ടോ. ഞാനാദ്യമായിട്ട് കാണണേ. അമ്മമ്മ നല്ല കാച്ചു തന്നുട്ടോ. ഒരു പേരയ്ക്ക് 20 രൂപ. ഞാൻ പിന്നെ വിശപ്പുള്ളാണ്ട് മേടിച്ചതാ. തിന്നാ കണ്ടപ്പോ ഒരു കൊതി തോന്നി, അതുകൊണ്ട് മേടിച്ചതാ. ഇവരെ വിചാരം നമ്മുടെ ഒടുക്കത്തെ കാശാന്നാ. അവിടെ നമ്മള് പട്ടിണി കിടന്നേക്ക് പോകണമെന്ന് ഇവർക്കറിയില്ല. കേരള വണ്ടിയാണെന്ന് ഒരു കാശുണ്ട് നിൽക്കണേ. എന്തായാലും ഓടി. ഓക്കെ അമ്മമ്മയ്ക്കൊരു ഓക്കെ പറഞ്ഞിട്ടുണ്ട്. തന്ന സ്നേഹത്തിന് നന്ദി. സമയം 10 മണി ആയിട്ടേ. കുളിക്കാതെ ഒരു സ്ഥലം കിട്ടിയില്ല. ഒരു താപം കണ്ടതായിരുന്നു. പക്ഷെ അവിടുത്തെ വെള്ളം ഭയങ്കര മോശം. അതിലെന്താണ്ട് പ്രാണി സാധനങ്ങളൊക്കെ കിടന്നു. അപ്പൊ അതുകൊണ്ടപ്പോ കുളിക്കാൻ തോന്നില്ല. ഇങ്ങനെയാട്ടാ കരിമ്പ് പാടത്തുനിന്ന് കയറ്റുകൊണ്ട് തന്നെ, കാളേനെ കയറ്റുകൊണ്ട് തന്നെ വലിച്ച്. എന്റെ മോനെ ഓ സമ്മതിക്കണോട്ടോ. എന്റെ പൊന്നോ പാവങ്ങൾ ഇഷ്ടേ. വേണ്ടാ കാളേനെ വലിച്ചോണ്ട് തന്നെ, കരിമ്പിലോട് വലിച്ചോണ്ട് കാളകളാണ്. ഓ ഇത് വെറൈറ്റി കഴിച്ചാണോ. അതെ വേറെ ഇതൊക്കെ ഉണ്ട് കാളകള്. ഞാൻ അങ്ങനെ പോയിപ്പോ കണ്ടാട്ടാ പിടിപ്പിക്കണു. കാളനായിട്ട് പിടിപ്പിക്കണാ. ചെറിയ ട്രാക്ടർ കൊണ്ടൊരു പിടുത്തുണ്ട്. പിന്നെ ബാക്കി കാളയുടെ കയ്യിലാണ് പവറിക്കണേ. അവന്മാര് പിടിച്ച് നിൽക്കണം, ബാക്കോട്ട് പോകണ്ട്. ആ കയറ്റത്ത് നിർത്തിയാണ് വണ്ടി. ഓ ഇപ്പൊ ഫുള്ള് വെയിറ്റ് കാളയുടെ മേത്താ. ട്രാക്ടർമേന്നുള്ള ആ പിടുത്തം വിട്ടു. കാളയാണ് ഫുള്ള് വലിക്കണേ. ട്രാക്ടർ വിട്ടു. ഇങ്ങനെയാട്ടാ പാടത്തുനിന്ന് കരിമ്പ് വലിച്ചു കയറ്റിക്കൊണ്ട് തന്നെ. ലൈഫിൽ ആദ്യത്തെ ഒരു കാഴ്ച. എത്ര വണ്ടി കിടക്കണമെങ്കിൽ 1 2 3 4 5 വണ്ടി പാടത്ത് തന്നെ കിടക്കുന്നുണ്ട് ഇപ്പൊ. വേണ്ടാ ഇങ്ങനെ കാളനെ കൊണ്ട് പാടത്തുനിന്ന് കരിമ്പ് കയറ്റിക്കൊണ്ട് വരും. എന്നിട്ട് റോട്ടിലിട്ട് ട്രാക്ടറിലേക്ക് മാറ്റി കയറ്റും. അതാണ് അവിടുത്തെ സിസ്റ്റം. അത് ട്രാക്ടറല്ല, ലോറിയാ. സോറി മാറിപ്പോയി. തീ കിടക്കുന്നത് ട്രാക്ടറാ. എന്തായാലും കാഴ്ച, പുതിയൊരു കാഴ്ച. പാവങ്ങള് നല്ല കീറ് വാങ്ങണ്ട്. പാവങ്ങൾക്ക് കയറി പോരാൻ പറ്റുള്ള അവിടുന്ന് ആ പാടത്തത്. സമ്മതിക്കണോട്ടോ. എന്നിട്ടല്ല അവരെ പവറ്. ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവം, ഒരു കണ്ട കാഴ്ചയാണ്. എനിക്കറിയില്ലായിരുന്നത് എങ്ങനെ സംഭവം. വേണ്ടാ മറ്റേ കാളവണ്ടിന്ന് ലോറിയിലേക്ക് മാറ്റി കെട്ടായിട്ടാ.
കയറ്റണമെന്നാണ് കാളവണ്ടിയിലേക്കാണ്. അപ്പോൾ ആ കെട്ടെടുത്ത് മാറ്റിയേക്കും, ലോറിയിലേക്ക് കയറ്റും. ബാക്കിയുള്ളത് ഈ ട്രാക്ടറിലേക്ക് കയറ്റും. ഓണോക്കണ്ടാ ചോളം കാട്ടാണോക്കി, ചോളത്തിന്റെ കോടോണതുകൊണ്ട് സ്റ്റോറിയാണ് കോടോണ്. അമ്പോ എന്തോരം ചോളാണല്ലേ ഇത്. കൊറേ പിള്ളേര് പരിത്തി പറയണത്. ഹായ് പിള്ളേര് ഇറങ്ങി പോവാം. അതേ പിള്ളേരെ കണ്ടപ്പോ നിർത്തിയതാ. അതപ്പോ ആള് വന്നേ, ആള് പറഞ്ഞ കേരളത്തിക്ക് പോണ വഴി ഇതല്ല, അത് ഞാൻ ഒരു പഞ്ചാബിക്ക് പോണേ പറഞ്ഞു. മഹാരാഷ്ട്ര ലാംഗ്വേജ് മറാഠോടാ. അങ്ങനെ എന്താ പറഞ്ഞ ലാംഗ്വേജ് ആടാ ആള് പറയണേ. ഏതാണ് പിള്ളേര് പറയുന്ന പരുത്തിയൊക്കെ പറയുന്നുണ്ട്. ഇവിടേക്കുള്ള വഴി ചോദിക്കാനായിട്ട് അറിയാൻ പോളാന്നേ. ആകെ പെട്ടു, അവിടെ ഇറങ്ങിപ്പോളാം മതി. ഇന്നത്തേക്ക് ചെറിയൊരു വിഷയം കിട്ടില്ല. ഇവിടെ വലിയവരും പിള്ളേരൊക്കെ നിന്നാണ് പറയണേ. ആ പിള്ളേരെ കണ്ടപ്പോ അവിടെ ഇറക്കിച്ചല്ലാന്ന് ചോദിച്ചാ. എനിക്ക് അവരെ കണ്ടപ്പോ ഞാൻ രസം തോന്നി. പക്ഷെ അങ്ങനെയൊക്കെ ഇറങ്ങാനുള്ള വഴി കണ്ടില്ല. അപ്പോഴേക്കും ഒരു കൗട്ടടാവുന്നു. ആള് വന്നിട്ട് അവരുടെ ഭാഷയിൽ എന്താണ്ടൊക്കെ പറയുന്നത് എനിക്കത് മനസ്സിലാവട്ടാ. ഞാൻ ഒരു കണക്കിന് അതിനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ നേരെ വണ്ടി എടുത്ത് പോന്നു. അയ്യോ എളുപ്പല്ല, ചിരിക്കാണ്ട് കുഴപ്പമില്ല. അയ്യോ നിങ്ങൾ അതിന് കാട് കണ്ടു കുറച്ചാൽ ചിരിക്കി. ഇപ്പൊ ഒരു സംഭവം ഉണ്ടായിടാ. കേരള വണ്ടി ഉണ്ടവേ, രണ്ടുപേര് ബൈക്കുമ്പോ പിന്നാലെ കുറെ നേരമായിട്ട് അവര് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ അവരെന്റെ അടുത്ത് വന്ന് നിർത്തി. എന്നോട് ചോദിച്ചാൽ എവിടേക്ക് പോണെന്ന് ചോദിച്ചു. ഞാൻ തുലേ പോണതാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയേ ഇവിടെ കള്ളന്മാരുടെ ശല്യം കൂടുതല, കയ്യും കാലും തലയൊക്കെ വെട്ടിക്കളയത്. അത് ഇവിടെ അങ്ങനെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു ഘാട്ടൊക്കെ കയറാന്ന് പറഞ്ഞു. ഇപ്പൊ പോണ വഴി, ഇപ്പൊ ഞാൻ പോണ വഴിക്ക് ഒരു ഘാട്ടൊക്കെ ഉണ്ടെന്ന്. ഭയങ്കര ഡേഞ്ചർ പ്ലേസ് ആണെന്ന് പറഞ്ഞത്. ഇത് നമ്മള് വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ പോലീസൊക്കെ വന്ന് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് എന്തൊക്കെയോ അവർ പറയണ്ടേ, അവരുടെ ലോക്കൽ ഭാഷയിൽ അവർ പറയണേ. എന്തൊരു സംഭവം എന്നറിയില്ല. എന്തായാലും പോയേക്കാം. അല്ല പിന്നെ ഇത് കുറച്ച് ഡേഞ്ചർ സ്ഥലമാണെന്ന് തന്നെ തോന്നണേ. അവന്മാര് ലോക്കൽ ആൾക്കാരാണേ, ഒരു ലോക്കല് ടീമാ. നമ്മുടെ രണ്ട് ഫോണൊക്കെ കാണുമ്പോൾ ഒരു നമ്മുടെ കാശുണ്ട് നോക്കണേ. അവനിപ്പൊ കാണാനില്ല, അത്ര നേരം അവനെ ഫോളോ ചെയ്തോണ്ടിരിക്കായിരുന്നു. വഴിയിലൊരു ആപ്പ പെട്ടു, പഞ്ചറാവുണ്ടാ. തുലഞ്ഞ് 52 കിലോമീറ്റർ, സൂറത്ത് 324 കിലോമീറ്റർ. ടോൾ റോഡ് ഉണ്ട്, ടോൾ റോഡ് കഴിഞ്ഞു. പിന്നെ കണ്ടുകൊണ്ടൊരു കാട്ടു തന്നെ. അതാണ് അവന്മാര് പറഞ്ഞു ഒരു കാട്ടു തന്നെ, അവിടെ കള്ളന്മാരുണ്ടെന്ന്. ഇവിടേക്ക് വന്നപ്പോ നല്ല തണുപ്പായിട്ടാണ്. ഏത് സ്ഥലത്തൊന്നും അറിയില്ല. ഒരു ലോക്കൽ വഴിക്ക് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുപ്പ്. ഇതാണോണ്ട് കാട്ടുവഴി. കാട്ടുവഴി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവുമ്പോ ഒരു കിടിലം വഴി. അയ്യോ അപ്പുറത്ത് കാണാൻ ജാതി രസാടാ. എന്റെ മോനെ ദേ വിഷയിലൊക്കെ പൊള്ളി സ്ഥലം, അടിപൊളി സ്ഥലം. എന്റെ പൊന്നോ, നല്ല തണുപ്പുണ്ട് ഇവിടെ, ജാതി രസം കാണാൻ. അമ്പോ താഴത്ത് ഫുള്ള് ആ കൃഷിയുടെ സാധനമൊക്കെ കാണാം. എന്റെ പൊന്ന് എന്ത് രസാന്ന് അറിയോ കാണാൻ, കിടിലം പ്ലേസ്. ഇവിടേക്ക് വരുമ്പോ ഒരു കല്ല് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമ്പോ തൊട്ട് പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട്. ഒരു കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. പോകുമ്പോ കിട്ടില്ല പ്ലേസ്. കുറെ ആൾക്കാർ നിർത്തിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഇതിറങ്ങിയപ്പോ കിട്ടിയ അടിപൊളി വ്യൂ. ഇറങ്ങി കഴിഞ്ഞാലാടാ അതെ ഇറങ്ങണുള്ളൂ. ആൾക്കാരൊക്കെ ഇവിടെ നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ജാതി രസമുണ്ട് കാണാൻ. അവിടെ ടൈഗർ അങ്ങനെ കൊണ്ടാ, പുലിയൊക്കെ ഉണ്ടടാ. സൈഡിൽ ഒരു തേമയൊക്കെ വെച്ചാണ്ടാ കുപ്പിയില്. അടുത്ത ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല തേനായിരിക്കും, കാട്ടിൽ നിന്നായിരിക്കുള്ളൂ. അടിപൊളി തേൻ. അവിടെ ഉണ്ടല്ലോ, അതൊരു ഉജാനയാ. നല്ല തേന. കുപ്പിയുടെ കളറാണല്ലോ. അങ്ങനെ കുപ്പിയുടെ കളറാട്ടാ, നീല തേനാണ്. ബെസ്റ്റ് തേന, കാട്ടുതേനായിരിക്കും. ഞാൻ വന്ന വഴിയൊക്കെ പകല് വരെ ഡേഞ്ചറാന്ന് തോന്നണ കണ്ടിട്ട്. കാരണം പകല് വരെ ബൈക്കുമ്പോ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാര്. ഞാൻ പറയാം ആച്ചുള്ള കുറെ നേരമായിട്ട് ഫോളോ ചെയ്തിട്ട് ഞാൻ കണ്ണാടി കൂടെ നോക്കിട്ട് ആ പിന്നാലെ വേണ്ടതൊക്കെ. അത് കഴിഞ്ഞിട്ട് വേറെ രണ്ട് പിള്ളേരെ പറഞ്ഞു വിട്ടവൻ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചു. എവിടേക്ക് പോണേ, എങ്ങനെ പോണേ, ഏത് വഴിക്ക് പോണെന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ടോളിൻ്റെ അടുത്ത് നിർത്തി ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്തെ ഉമ്മാരൊന്ന് കഥ പറഞ്ഞത്. അപ്പോഴാണ് ഉമ്മാർ എൻ്റെ അടുത്ത് പറയണേ ഇവിടെ അങ്ങനെ സംഭവങ്ങളുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ കുറച്ചു നേരം പിന്നാലെ വന്നു. അപ്പോഴും ഞാൻ പമ്പി കയറിയാ. എന്തൊരു സെറ്റപ്പ് എന്ന് അറിയണമല്ലോ. എന്റെ മോനെ ഒടുക്കത്തെ പേര് ഇങ്ങനത്തെ ഒരു ഹൈവേ കൂടെ പോണ്ടിഷ്ടേ. കുറെ നേരമായി ഇങ്ങനത്തെ ഒരു ഹൈവേ പിടിച്ചിട്ട്. ഇനി 59 കിലോമീറ്റർ ഉണ്ട് ദൂരേക്ക് കാണിക്കാൻ. അപ്പൊ അതും കൂടി ഇവിടെ ഓടി തീർത്ത് എവിടെയെങ്കിലും നിന്ന് കൂടാം. അതായത് നല്ലത്. ഒടുക്കത്തെ വെയിലായി, കുളിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല. പക്ഷേ അയ്യോ അതൊക്കെ ഒരു ചേച്ചിയാട്ടാ കാളവണ്ടി ഓടിച്ചിട്ട് പോണേ. ആളെ ഡ്രൈവറാടാ പുള്ളി.
അടിപൊളി കഴിച്ച. അവിടെ നായനെ കെട്ടിട്ടുണ്ടല്ലോ ബാക്കിൽ. കെട്ടിട്ടുള്ളല്ലേ, അത് പിന്നാലെ പോണതാ. കെട്ടിട്ടുണ്ട്. കയറ് കാണുന്നുണ്ട്. ഒമ്പോ പൊള്ളി സാധനല്ലേ. മഹാരാഷ്ട്രയുടെ ഈ വശത്തേക്ക് വന്നപ്പോ ഡ്രൈവിംഗ് രീതിയൊക്കെ മാറിട്ടാ. പെണ്ണങ്ങളാടാ കാള വണ്ടി ഓടിക്കണേ, ചേച്ചി വണ്ടി ഓടിക്കണേ. ഇവിടെ പെങ്കൊച്ച് ചുള്ളത്തിന് വണ്ടി ഓടിക്കണേ, അവരുടെ ടോക്ക്. ഒമ്പോ പൊള്ളി. അവര് കാള വണ്ടിയുമേ സോളാറൊക്കെ സെറ്റ് ചെയ്തിട്ട് പോണേ. ഒമ്പോ സെറ്റപ്പ് എന്താലേ, പൊള്ളി സാധനം. അയ്യോ ഒരു ആക്സിഡന്റ് നടന്നിട്ടല്ലോ എന്റെ മോനെ. കാറ് തവിട് പൊടിയായി. എന്റെ പൊന്നു, ഇപ്പൊ നടന്ന ആക്സിഡന്റാ. ഞാനവിടെ നിർത്തിയില്ല. ഫോണില് ചാർജ് ചെയ്ത് തന്നത്. എവിടെയും പോയി ചാർജ് ചെയ്യണം ഫോണെന്ന് ആദ്യം. വീടിന്റെ കുണ്ടിയൊക്കെ വരച്ചു തുടങ്ങി. കണ്ടല കൊട്ടുക്കഥ വേനാ. അവിടെ ആൾക്കാർ പരിച്ച് പറിക്കുന്നുണ്ടോ? പറമ്പില് പരിച്ച് കൃഷിയാ. ഇതൊക്കെ ഉള്ളൂടെ. എന്നത്തെ ഒരു കടയില് കയറിട്ടേ ഫോൺ ചാർജ് ചെയ്തേ. ആ കടയിലൊരു പയ്യനാർന്നു, ഒരു കുഞ്ഞിറക്കാൻ. അവനാണ് ഈ ഫോൺ ചാർജ് ചെയ്യാൻ കൊടുത്തിട്ട് അവൻ ഫോൺ വിട്ട് പണിയാണ്. ഞാൻ സ്ക്രീൻഷോട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചാണ്. ജാതി വെടക്കട്ട ചക്കൻ. എന്റെ പൊന്നെ, എവിടെ കയറിയാലും പള്ളിയാ. ഇന്നത്തെ ദിവസം ഒരു സുഖില്ലാത്ത ദിവസമാണോ. ഒരു താപ കിട്ടിയുണ്ട്. എവിടെ കുളിക്കാൻ ചോ. ഇനി അവിടെ പോയാൽ ചിലപ്പോൾ കുളിക്കാൻ കിട്ടില്ല. അതേപോലെ ടാങ്ക് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളം. ബൈക്ക് ഞാൻ അവിടെ വെച്ചോട്ടോ. ചെക്കൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞോട്ടോ. നല്ല അടിപൊളി കുളിച്ചു. എത്ര ദിവസമായി ഇതുവരെ കുളിച്ചിട്ട്. ഫുഡ് അടി കഴിഞ്ഞു. ടാങ്കിലാട്ടാ കുളിച്ചേ. ഇങ്ങനത്തെ ടാങ്കുകൾ വലിയ വീട്ടിലാ. ഇങ്ങനത്തെ ടാങ്കുകൾ ഉണ്ടാവുള്ളൂ ഈ പുറത്തേക്കൊക്കെ സഞ്ചരിക്കുമ്പോ. പുറത്തെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോ ഇങ്ങനത്തെ ടാങ്കുകൾ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ടാങ്കിൽ നിന്നൊക്കെയാണ് കുളി. ഈ ദാബയെന്നാ ഫുഡ് അടിച്ചേ. വേണ്ട വവ്വാല് തൂങ്ങി കിടക്കണ പോലെ ഡ്രസ്സ് അലക്കിയിട്ടാണ്. നമുക്കൊന്നും ശീലമില്ലാത്തതാ. ഡ്രസ്സൊക്കെ അമ്മ അലക്കിയിടാറ്. ഇനി ശീലിക്കാണ്ട് വരില്ല. ചെല്ലുമ്പോൾ തന്നെ അമ്മയ്ക്ക് വാഷിംഗ് മെഷീൻ മേടിച്ചു തുടങ്ങണം, പൈസ ഉണ്ടെങ്കിൽ. സമയം ഒരു 3:30 കേട്ടാ. ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ട് ഇവിടുന്ന് പതുക്കെ തെറിക്കണം. ഞാൻ താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്തു. കാട്ടാളിൻ്റെ പോലെ മുടിയും വെട്ടിയുള്ള താടി കൂടി ആകുമ്പേ അലമ്പായി. അതാണ്ട് താടിയും മീശതും ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തു. ഇവിടെ നിന്ന് ഇനി ഇറങ്ങാനുള്ള പരിപാടി നോക്കണം. ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു പമ്പ് സെറ്റ് ചെയ്യണം. ഇവിടെ അധികം ദൂരം ഓടൽ റിസ്ക് ആണ്. ലോക്കൽസ് ഇവിടെ ഭയങ്കര സീനാണ്. കള്ളന്മാരാണ് ഇവിടെ മൊത്തം. എന്തായാലും ഇത് തുടങ്ങട്ടാ, എന്നിട്ട് ഇവിടെ ഇറങ്ങണം. സ്റ്റേ കണ്ടോ, ഇങ്ങനെ വിജനമായ ഏരിയയാണ്. ഇവിടെ പമ്പൊക്കെ കിട്ടാൻ ജാതി പാടാ. കള്ളന്മാരൊക്കെ കൂടുതലായിരിക്കും ഇങ്ങനത്തെ വഴിയില്. കണ്ട ഫുള്ള് വിജനമായ ഏരിയ. ഒരു കടയോ ഒരു പമ്പോ ഒന്നുമില്ലാത്തൊരു വഴി. ചെറിയ ചെറിയ വീടുകളുണ്ട്, ചെറിയ ഓലപ്പരകളില്ലേ, അങ്ങനത്തെ വീടുകള് ഏതെങ്കിലും പറമ്പിന്റെ ഒരു കോണിലുണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. ഇത് എവിടെ വരെ ഉണ്ടാവും ഇങ്ങനത്തെ വഴി? ഈ സൈഡില് കാടാ നോക്കുന്നത്. കണ്ടിട്ടായിരുന്നു തോന്നുന്നത്. ഇത് കാട്ടുവഴി കൂടെ വളർന്നുണ്ട്. ഒരു ഐഡിയ ഇല്ല. ഈ ഒരു പമ്പ് കിട്ടിയടാ. ഇന്നത്തെ ഉറക്കം ഇവിടെയാണ്. അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂട്ടാ. എല്ലാവരും കയറി കാണാം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഞാൻ വെറുതെ പറഞ്ഞാട്ടാ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോട്ടാ. കമൻറ്റ് ലൈക്കിട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. ഏത് മൂട് പെട്ടക്കനെ. നാളെ കാണാം. ഓക്കെ.